ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആദം ദൈവത്തിൽ നിന്ന് ഒളിച്ചത് പാപം ചെയ്തതുകൊണ്ട് മാത്രമല്ല, അതിലും ആഴത്തിലുള്ള ഒരു കാര്യമുണ്ട്. ആദമിൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ മുഖം മാറി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ സാധാരണ ശ്രദ്ധിക്കുന്നത് ആദം പാപം ചെയ്തതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടന്നത് അതിലും ഭീകരമായിരുന്നു. മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് തെറ്റായി വിശ്വസിക്കാൻ തുടങ്ങി. സർപ്പം ആദമിനോട് പറഞ്ഞത് ദൈവത്തെ അനുസരിക്കരുത് എന്നല്ല. അവൻ ചോദിച്ചത് ദൈവം ശരിക്കും നിന്റെ നന്മ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ആശയക്കുഴപ്പത്തിൻ്റെ ചോദ്യമായിരുന്നു. അവിടെ നിന്നാണ് എല്ലാം മാറിയത്. ആദം പഴം തിന്നു. പിന്നെ എന്തുണ്ടായി? ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിയില്ല, അവൻ ഒളിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? കാരണം അവൻ്റെ ഉള്ളിൽ ഭയം വന്നു, ലജ്ജ വന്നു, കുറ്റബോധം വന്നു. അവൻ്റെ ഉള്ളിൽ ഒരു പുതിയ ശബ്ദം, ഞാൻ മതിയല്ല, ഞാൻ യോഗ്യനല്ല, ഞാൻ സുരക്ഷിതനല്ല. ഇതാണ് ഐ ആം നോട്ട് എന്നുള്ള മനസ്സ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, ദൈവം മാറിയിരുന്നില്ല. ആദം വീണപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം കുറഞ്ഞില്ല. ആദാമിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് തകർന്നത്. അതാണ് വീഴ്ചയുടെ ആഴം. മനുഷ്യൻ തൻ്റെ ഉള്ളിലെ ഭയവും ലജ്ജയും ദൈവത്തിൻ്റെ മുഖത്ത് വരച്ചു. അതുകൊണ്ട് ദൈവം എന്നെ സ്വീകരിക്കത്തില്ല, ഞാൻ യോഗ്യനല്ല, അങ്ങനെയുള്ള ചിന്തകൾ വരാൻ തുടങ്ങി. ബന്ധം മതമായി മാറി. ഞാൻ നന്നായി ജീവിച്ചാൽ ദൈവം എന്നെ സ്വീകരിക്കും, ഞാൻ കൂടുതൽ ചെയ്താൽ ദൈവം എന്നെ സ്നേഹിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതല്ല സുവിശേഷം. സുവിശേഷം ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു പടവല്ല, അത് കമ്മ്യൂണിയനാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജീവിതത്തിൽ പങ്കാളിയാകാനുള്ള ക്ഷണം. അതുകൊണ്ടാണ് യേശു ദൂരെ ഇരുന്ന് നമ്മെ ശരിയാക്കാനായിട്ട് ശ്രമിച്ചില്ല. അവൻ നമ്മുടെ മനുഷ്യത്വത്തിലേക്ക് വന്നു, നമ്മുടെ മനുഷ്യ ജീവിതം ഏറ്റെടുത്തു, നമ്മെ തൻ്റെ ജീവിതത്തിൽ പങ്കാളികളാക്കി. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഞാൻ മതിയാകുന്നവനല്ല, ഞാൻ സ്നേഹിക്കപ്പെടുന്നവനല്ല, ഞാൻ യോഗ്യനല്ല. അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. യേശുവിനോട് ചോദിക്കുക, യേശുവേ, നീ എന്നെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ മുറിവുകൾ നിങ്ങളെക്കുറിച്ച് പറയുന്നതല്ല സത്യം. യേശു ക്രിസ്തു നിങ്ങളെക്കുറിച്ച് കാണുന്നതാണ് സത്യം. ആദാമിക മനസ്സ് പറയുന്നു ഞാനല്ല, പക്ഷേ ക്രിസ്തുവിൻ്റെ മനസ്സ് പറയുന്നു എന്നിൽ നീ ആരാണെന്ന് നോക്ക്. ഇതാണ് മാനസാന്തരം വന്ന, പുതുക്കൽ വന്ന ഹൃദയം, സുവിശേഷത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്.